സംഭവം സെറ്റല്ലേ? ആപ്പെ കമ്പനിക്കാർ ഇത് കാണണം, ആപ്പെ വണ്ടിക്കാർ ഇത് കണ്ടിട്ട് ഇതെങ്കിലും ഒന്ന് ഇനി ഇറക്കുന്ന വണ്ടിയിലൊന്ന് വെച്ച് തരണം കേട്ടോ. ഹലോ മച്ചാമാരെ, അപ്പം ദേ ഇറ്റ്സ് മീ ദിൽ വ്ളോഗ്സ് ഗൈസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങുന്നതന്നെ വർക്ക്ഷോപ്പിൽ നിന്നാണ്. അപ്പം ഗൈസ് രാവിലെ ഒരു ചടങ്ങ് കിട്ടി. ഇത് കണ്ടോ, നമ്മുടെ ഹോണ് കേൾക്കുന്നില്ല. അതൊക്കെ എല്ലാം സെറ്റാക്കി താ ചേട്ടാ. അപ്പം ഹോണ് കേൾക്കുന്നില്ല. അപ്പോൾ ഫോണിൽ രാവിലെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വണ്ടിയും കൊണ്ട് കയറി പോകുമ്പോഴൊക്കെ എന്താണെന്ന് അറിയത്തില്ല, വയറിങ്ങും കാര്യങ്ങളൊന്നും വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഫോണ് വർക്കാകുന്നില്ല ഗൈസ്. ഏതായാലും അതൊന്ന് സെറ്റാക്കിയിട്ട് ബാക്കി പരിപാടി നമുക്ക് നടത്താം. ഓക്കെ, ഫോണില്ല, ഒരനക്കം പോലും ഇല്ല. എന്നാ വാ ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു. ഫോൺ എൻ്റെ പുതിയ ഫോണാണ് ഗൈസ്. ഒരു ചൈ എടുത്തിട്ട് അങ്ങോട്ട് കെട്ടി വെക്ക്. ഇത് ഇല്ല. അപ്പോൾ അതാണ് കുഴപ്പം. ഏതാണ് ബാറ്ററി അടിച്ചു പോയോ? കരണ്ട് വരുന്നില്ല. അത് വേണം, റിലേയുടെ ആണോ അമ്മ? ഇതന്നെ ആക്രി കയറ്റി കൊടുന്നോളാം. അതടിച്ചു പോയി. അപ്പോൾ ഒരു ഫ്യൂസ് അടിച്ചു പോയി അല്ലേ? സോറി, ഫ്യൂസ് പോയിട്ടില്ല. അപ്പൊ അത് കത്താത്തെ അത് സ്റ്റാർട്ടിങ്ങിന്റെയോ ബാക്കിന്റെയോ ആണോ? അപ്പോൾ അതൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഗൈസ്? അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് അതിൻ്റെ റിലേയുടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്കൊക്കെ, അതായത് ആപ്പേ ഉള്ള 2024 തൊട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. 2024 തൊട്ട് നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി വന്നേക്കുന്ന നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു ടാങ്ക്, മോട്ടർ, അങ്ങനെ കുറച്ച് പരിപാടി. 25 വണ്ടിക്കകത്ത് അതിനകത്ത് കുറച്ചുകൂടെ ആൾട്രേഷൻ ഒക്കെ വന്നിട്ട് സൈലൻസറിനകത്ത് സെപ്പറേറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യം. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ഷോറൂമുകാർ അത് കട്ട് ചെയ്ത് കളയും, ആ വെള്ളത്തിൻ്റെ കണക്ഷൻ ചോദിക്കുമ്പോൾ പറയും അത് ആ സെൻസർ ചുമ്മാ കൊടുത്തേക്കുന്ന അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സർവീസിന് ചെല്ലുമ്പോഴത്തേനും അവരത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ് അതിനൊരു വെള്ളത്തിൻ്റെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വക സംഭവങ്ങളൊന്നും പിന്നീട് നമ്മുടെ വണ്ടിയിൽ നമുക്ക് അത് പ്രയോജനം ചെയ്ത് ഇതിനകത്ത് ഇപ്പോൾ എന്നെ കറക്റ്റ് ക്ലിയറായിട്ട് കാണാം കേട്ടോണ്ടോ? അപ്പോൾ ഒരു പ്രയോജനം ചെയ്യാത്ത രീതിക്ക് ചുമ്മാതെ വണ്ടിക്കകത്ത് ഒരു ടാങ്കും വെള്ളമായിട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രയോജനം ഇല്ലാതെ കട്ടാക്കി കളഞ്ഞവർ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അത് ചുമ്മാതെ തന്നെത്താൻ ഓഫായി പോയവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് അത് പ്രയോജനപ്പെടുത്താൻ പോവാണ്. അതായത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, കുറച്ച് പരിപാടിയൊക്കെ നമ്മുടെ ആ വണ്ടിക്കകത്തും നമ്മുടെ ടാങ്കിൻ്റെ അവിടെയൊക്കെ ചെയ്തിട്ട് നമ്മൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ ആ വാട്ടർ ടാങ്കിനെ അതിൻ്റെ ആ സെറ്റപ്പ് ഫുള്ള് നമ്മൾ ഇന്ന് ആൾട്രേഷൻ ചെയ്ത് സെറ്റാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യല്, നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ ടാങ്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ടാങ്ക്. അപ്പോൾ ഈ ടാങ്കിനകത്ത് നിറയെ വെള്ളമാണ്. അത് ഡ്രിങ്കിങ് വാട്ടറാണ് നമ്മൾ ഒഴിക്കുന്നത്. വെറുതെ ഒഴിച്ച് കിടന്നിട്ട് നമ്മുടെ പ്രയോജനമില്ലാതെ വെള്ളം കിടക്കുക. അപ്പോൾ ഇന്ന് ഇതിനെ നമ്മളൊരു ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്ത് പവറാക്കിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്താണ്ടേ ഫോണിൻ്റെ പരിപാടി ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഫോൺ വർക്കായി, പക്ഷേ റിലേയുടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പെരുന്തച്ചൻ, നമ്മുടെ അനൂപ്, മട്ടാഞ്ചേരി നൗഷാദിന് ശേഷം ഇലക്ട്രിക് വർക്കുകളുടെ പെരുന്തച്ചൻ അനൂപ് മാന്താനം
AN വർക്ക്ഷോപ്പ് മാന്താനം കമല. പരസ്യമില്ലാന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. ഒരു പരസ്യം തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ റിലേ, നമ്മുടെ റൂട്ട്സിൻ്റെ ഹോണിൻ്റെ കൂടെ വന്ന റിലേ പോയതായിരുന്നു. ഇത് കണ്ടോ, വേറൊരു റിലേ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം ഇപ്പം ദേ വർക്കാണ്. അപ്പോൾ കുറേ നാളായിട്ടൊക്കെ എടുക്കാതെ വെച്ചിരുന്ന റിലേ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടിന് ഒരു ചെറിയ ഇതുണ്ട്, ക്ലാവൊക്കെ കാരണം. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ഓട്ടം വന്നപ്പം ഗൈസ്, അപ്പോൾ ആ ഓട്ടം നമുക്ക് പോയിട്ട് വരാം. അപ്പം ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടം കൈനീട്ട ഓട്ടമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നേരെ സ്റ്റാൻഡിലോട്ട് പോയില്ല, നേരെ തന്നെ രാവിലെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകേണ്ടി വന്നത്. ഫോൺ ഇന്നലെ തൊട്ടേ വർക്ക് ചെയ്യുന്നില്ല, ഇന്നലെ എടുത്തപ്പോൾ. പിന്നെ ആ കേസായിട്ട് മറന്നുപോയി, വൈകിട്ട് കൊണ്ട് കാണിക്കാനും വിട്ടുപോയി. എന്നാലും ഇന്ന് പിന്നെ നേരെ പോയ വഴിക്ക്, സ്റ്റാൻഡിലോട്ട് പോയ വഴിക്ക് വർക്ക്ഷോപ്പിൽ കയറി പിന്നെ അവിടെ അങ്ങ് നിന്ന് ആ സംഭവങ്ങളെല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഫോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഓട്ടം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. ചെറിയ ചാറ്റമഴയുണ്ട്. അപ്പോൾ അതിനകത്ത് കയറട്ടെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇനി തിരിച്ച് ചെന്നിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ പറഞ്ഞേക്കുന്ന നമ്മുടെ മെയിൻ വർക്കിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത്യാവശ്യം അവർ ഫ്രീ ആകുന്നൊരു ടൈമും നോക്കി നമ്മളും ഫ്രീ ആകുന്ന ഒരു ടൈമും നോക്കി വേണം നമുക്കത് ചെയ്യാൻ വേണ്ടി കയറാൻ. ഓക്കെ ഗൈസ്. അപ്പം പിന്നെ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ. അപ്പം വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കേസ് കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല, ഗ്രൂപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മ മിനിഞ്ഞാന്ന് അബുദാബിക്ക് പോയി, അതായത് ഹൗസ് മെയ്ഡനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എൻ്റെ ചെറുപ്പം തൊട്ടൊക്കെ തന്നെ എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അച്ഛൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ വന്ന് അമ്മ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ടായി. അപ്പോൾ ആ കുട്ടിയെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ അമ്മ തന്നെ വേണമെന്നുള്ള അവരുടെ നിർബന്ധത്തിൽ അങ്ങനെ അമ്മയുടെ താല്പര്യം നോക്കിയിട്ട് അങ്ങനെ അമ്മ പോയതാണ്. അപ്പോൾ അതിന് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പുള്ള നമ്മുടെ കുറേ തിരക്കുകളുണ്ടല്ലോ, ഓരോ സാധനങ്ങൾ വാങ്ങാനും പിടിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇതായി. പിന്നെ കൊണ്ടുവിട്ട് അന്ന് എയർപോർട്ടിൽ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ച് വന്നതിനുള്ള ക്ഷീണം. പിന്നെ നമ്മുടെ ഹരീഷേൻ്റെ വണ്ടി എടുത്താണ് പോയത്. അപ്പം പിന്നെ വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അതേപോലെ തിരിച്ചു കൊടുക്കണ്ട. പിന്നെ വണ്ടിയെല്ലാം മൊത്തം ഒന്ന് കഴുകി എല്ലാം ഒന്നൊക്കെ റെഡിയാക്കി ഇതിന് ശേഷം കൊണ്ടാണ് സൺഡേ വണ്ടിയൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ നമ്മളെ സൺഡേ നമ്മുടെ വണ്ടിയെല്ലാം ഒന്ന് കഴുകി, ബൈക്ക് കഴുകി, ഇതെല്ലാം കഴുകി. അപ്പം സൺഡേ ഞാനൊരു വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് എടുത്ത് പോകാമെന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, എങ്ങനെയും വീഡിയോ ഇടണമെന്നായിരുന്നു. പക്ഷെ അന്നും അതും നടന്നില്ല. അപ്പം സൺഡേയിലെ കഴുക്കിൻ്റെ ഒരു ഭാവം കുറച്ച് സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പൂക്കള മൂഡ്, ഏത് മൂഡ്, അപ്പം ഗൈസ് അപ്പോൾ ഹാപ്പി സൺഡേ. അപ്പം നമ്മുടെ സൺഡേയിലെ ഒരു വൺ ജോബ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ ഒരാൾ കണ്ട സെറ്റാക്കി കഴുകി റെഡിയാക്കി ഇട്ടേക്കുക. അപ്പം കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു. നമ്മുടെ അവഞ്ചർ കുട്ടൻ നല്ല ക്ലാസ് ആയിട്ട് നിൽക്കുന്നു കേട്ടോ. ഇന്ന് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു. സൺഡേ ഇന്ന് ഇച്ചിരി ടാസ്ക് പരിപാടികളായിരുന്നു. അപ്പോൾ ഏതായാലും 2-3 ദിവസമായിട്ട് വീഡിയോ പ്ലാൻ ചെയ്ത് ഒന്നും നടക്കാതെ പോയി. അപ്പോൾ ഇന്ന് ഏതായാലും രണ്ടും കൽപ്പിച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് ഇന്ന് വന്നതും നേരെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ കയറിയതൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കപ്പോഴത്തേന് ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ പരിപാടി. ബാക്കി കാര്യങ്ങളൊക്കെ നല്ല പവറായിട്ട് തന്നെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വേറൊരു ഓട്ടം കിട്ടി. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം വന്ന ഓട്ടം വന്നിട്ട് രണ്ടാമത് തിരിച്ചു പോയ സമയത്ത് വേറൊരു ഓട്ടോടെ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൊണ്ടുവിട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പം വന്ന ഓട്ടം ഉണ്ടല്ലോ, ഞാൻ കിലോമീറ്റർ നോക്കിയപ്പം 120 രൂപയുടെ ഓട്ടം ഉണ്ട്. അപ്പം എൻ്റെ ഈ ചില്ലറ കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 100 രൂപ എടുത്തുള്ളൂ. ഞാൻ 100 രൂപ എടുത്തിട്ട് ഞാൻ ബാക്കി 100 രൂപ കൊടുത്തു. അമ്മ 200 രൂപ തന്നെ. ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, അമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ വരെ വരുന്നതിന് 120 രൂപയാണ് ഓട്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ടൊരു 10 രൂപ ഇവിടെ തന്നു. അമ്മയുടെ കയ്യിൽ ചില്ലറ കാണത്തില്ല. അപ്പം അങ്ങനെയും ഉണ്ട് ചില ആളുകൾ കേട്ടോ. അല്ലാതെ നമ്മൾ തെറ്റി മാറി കൊടുത്താലും നമ്മളല്ലാതെ കൊടുക്കുന്ന എന്താണ് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ വണ്ടിയെ സ്ഥിരം പോകുന്നവർക്കറിയാം ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഉള്ള എത്ര ഓട്ടോ കൂലി എത്രയാണെന്നറിയാം. അപ്പം അങ്ങനെയുള്ള ആളുകളും നമുക്ക് കറക്റ്റ് ഓട്ടോ കൂലി തന്നെ തരുന്നവരുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു ഇതായിപ്പോയി. അതായത് ഞാൻ ശരിക്കും ഓട്ടം വന്ന ആള് ഹോസ്പിറ്റലിൽ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. അവിടെ വെച്ച് വേറൊരു ഓട്ടം കിട്ടി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ചേച്ചി ഈ ഒരു ചെറിയൊരു ഓട്ടം പൊക്കട്ടെ എന്ന് ചോദിച്ചു. ആ ഓട്ടം അവിടെ കൊണ്ട് ഇറക്കിയപ്പോൾ അവിടുന്ന് പിന്നെ കിട്ടിയ ഓട്ടമാണ് ഈ ഒരു ഓട്ടം കേട്ടോ. അതായത് തിരിച്ച് നമുക്ക് വേഗം അങ്ങോട്ട് തന്നെ പോവാം.
നമ്മുടെ ജയചേട്ടൻ പറന്നെത്തിരിക്കുകയാണ്. മുടി കെട്ടിയോ? എന്നാ ലുക്കാണ് അത്. വിനായകം ചുമ്മാ അങ്ങനൊക്കെ വരും. ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഇതെന്നെ ഐറ്റാന്ന് പറയാവോ? മോട്ടർ പിടിപ്പിച്ചില്ല, ഞായിക്കിട്ട് വന്നേ ഉള്ളു. അത്ര വരുമ്പോ തന്നെ അത് കിട്ടുമെന്ന് തോന്നുന്നു. പൈപ്പൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചു. അതൊക്കെ നമ്മൾ അനൂപായിക്ക് വിട്ടുകൊടുത്തേക്കോ. വലിച്ചില്ലെങ്കിൽ ഫുള്ളി ഞാൻ ഫ്രണ്ട് സീറ്റിട്ട് വലിപ്പിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഗൈസ് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കലാപരിപാടികൾ നമ്മുടെ അനൂപായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഇന്നലെ നമ്മൾ കാണിച്ചത് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് ഒന്ന് നോക്കി ഒരു ഐഡിയ നമുക്കൊന്ന് ഫോം ആക്കണം ആദ്യമേ. അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ അനൂപായി വന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു കോള് വന്ന കാരണം ഞാൻ പിന്നെ കുറച്ച് നേരം ആ കോളിലായിരുന്നു കേട്ടോ. അപ്പം ഗൈസ് സെറ്റായിരിക്കും. വെറൈറ്റി രീതിക്ക് ആളെയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ആളെയും ചെയ്യുന്ന മൊത്തം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്നാലും ഷോർട്ടായിട്ട് ഞാൻ കാണിക്കാം. ഇമ്മാതി തലയാ. അതന്നെയാണ് സംഭവം. ഇത് നമ്മുടെ സ്പ്രേ വരുന്ന സാധനം അല്ലേ? മൈൻഡ് തെറ്റാക്കിയില്ല കേട്ടോ, പറഞ്ഞേക്കാം. അതൊക്കെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുക. ഞാൻ ആർക്കും കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. ആണോ? നമ്മളങ്ങ് പ്രവർത്തിക്കുക ഒരു കമ്പ്യൂട്ടറിനെ പോലെ. സൂപ്പർ ഗ്ലൂ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒന്നുമില്ലായിരുന്നു, നമ്മുടെ പണിയൊന്നും നടക്കും അല്ലേ? സൂപ്പർ ഗ്ലൂ ആണ് നമ്മുടെ എല്ലാ അലുകുലുത്തു പണിയുടെയും ഹെഡ് എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ നമ്മളിപ്പം ചെയ്യുന്ന പണിയുടെ ഏറ്റവും അത്യാവശ്യ സംഭവമാണ് ഗൈസ്. അപ്പം അതിൻ്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയ പരിപാടികളാണ് ഈ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ സാധനം നേരെ കാണിച്ചോളൂ. ഇനി നമ്മൾ സർപ്രൈസ് ഇട്ടിട്ട് വെക്കണ്ട. ഇത് കണ്ടോ എൻ്റെ ഫ്രണ്ട് കാണിച്ച്. അപ്പോൾ ഗൈസ് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇതെന്താ പരിപാടി എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. താഴോട്ടല്ലേ വരുന്നേ? ഇച്ചിരിയും കൂടെ ഇങ്ങോട്ട് നിങ്ങളുടെ അല്ല ഇച്ചിരി കൂടെ ആ തള്ളവരൽ വന്നേക്കുന്നതിനാടോ. അപ്പോൾ ഏതായാലും സർപ്രൈസ് പൊളിക്കാൻ പോവാണ്. സർപ്രൈസ് പൊളിക്കട്ടെ. അപ്പം ഗൈസ്, അപ്പം വേറെ ഒന്നുമല്ല, അതെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ, അതായത് നമ്മുടെ ആപ്പേ ഓട്ടോയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നമ്മളിന്ന് വൈപ്പറിന് വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സെറ്റപ്പാണ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പ്രേയറിൻ്റെ ആ വരുന്ന ആ മൗത്തും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കണ്ടത്. ബാക്കി അതിൻ്റെ കേബിള് കാര്യങ്ങളെ എല്ലാം നമ്മൾ അനൂപായി വേണ്ടേ. അനൂപായുടെ നമ്മുടെ നിഖിൽ ഭായ് പറഞ്ഞ ഐഡിയ ആണ്. അനൂപായാണ് നമ്മുടെ ഐഡിയകളെല്ലാം മെനഞ്ഞെടുക്കുന്നത്. അനൂപായാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് വേറെ എവിടുന്നും അല്ല. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ഒരു പ്രയോജനം ഇല്ലാതെ കമ്പനിക്കാർ ആപ്പേ വണ്ടിക്ക് വെച്ച് തന്നേക്കുന്ന BS6 വണ്ടിക്ക് വെച്ച് തന്നേക്കുന്ന ഒരു സാധനമാണ് ഇത്. തന്നെത്താൻ അടിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ കട്ടാക്കി വിടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതിനകത്ത് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ നേരെ നമ്മുടെ ഗ്ലാസിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ സ്പ്രെയറായിട്ട്, അതായത് വാഷ് ചെയ്യാൻ വേണ്ടി, വൈപ്പറിന് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം നമ്മൾ ഈ ടാങ്കിൽ നിന്ന് എടുത്ത് ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ പണി കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു വെറൈറ്റി സാധനം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടും. വെറുതെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെങ്കിലും ഒരു പ്രയോജനമുള്ളതല്ലേ അല്ലേ അശ്വനെ? അതെ അശ്വനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയ്ഡ് ഇളക്കി കേട്ടോ. അപ്പോൾ ഷെയ്ഡിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ഓസ് കൊടുക്കുന്നത്. ഷെയ്ഡിനിടയിൽ കൂടെ നമ്മൾ ഓസ് വലിച്ചിട്ട് നമ്മുടെ കറക്റ്റ് ഫ്രണ്ട് ഷെയ്ഡിൻ്റെ സെൻറ്ററായിട്ട് വരും. അപ്പോൾ ഈ ഒരു മടക്കേ കൂടെ ആയിരിക്കും ഓസ് പോകുന്നത് അല്ലേ? ഈ ഒരു മടക്കിനകത്തൂടെ നമ്മൾ ഓസ് വലിക്കും കേട്ടോ. മക്കളെ ഷെയ്ഡ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ലൈവ് കേട്ടോ കിടുക്കലായി. ഇത് ഷെയ്ഡിന് അടി ഇരിക്കുമ്പോഴത്തേന് കറക്റ്റ് ലൈറ്റ് അടിക്കാത്തതാണോ ആ ഒരു ഗിൽറ്റ് നമുക്ക് അറിയത്തില്ല കണ്ടോ. ഷെയ്ഡ് മാറ്റിയപ്പോഴത്തേനും അടിപൊളി ലുക്ക്. കറക്റ്റ് ബ്രഹ്മാസ്ത്ര എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ.
കണ്ട. അപ്പോൾ നമ്മൾ ആ റബ്ബർ കട്ട കട്ട് ചെയ്ത് നമ്മുടെ അതിനകത്താക്കി കറക്റ്റ് നമ്മുടെ ഇത്, എന്നിട്ട് അത് ഒട്ടിച്ച് കണ്ട. ഇതാണ് മൈ ഗേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനൂപായുടെ തല കണ്ട. ഇതിനിപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഓടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്ലെക്സ് കിക്കാണ്, പക്ഷേ ഇത് മെറ്റലായ കാരണം ഈ ഓസിൻ്റെ ഇത് നമ്മുടെ ഇതിനകത്ത് ഒട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം. വേറെ ഏതെങ്കിലും രീതിക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും. അപ്പം ഇത് മെറ്റലെ ഒട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ പരിപാടി ചെയ്തു കണ്ടോ. നമ്മുടെ റബ്ബറിൻ്റെ പീസ്, ട്യൂബിൻ്റെ പീസ് കണ്ടിച്ചിട്ട് അതാക്കിയിട്ട് അതേലൊട്ടിച്ച് കണ്ടോ. എന്നിട്ട് അതിനകത്തൂടെ നമ്മുടെ ഓസ് കവർ ചെയ്യുന്ന പോലെ കൊടുത്തു. ആരാ ബുദ്ധിമാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, സക്സസ് കണ്ടോ ഗൈസ്. അപ്പം കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചെറിയ ചിണുക്ക് പരിപാടി നടത്തിയിട്ട് ആ ഓസ് നമ്മൾ നമ്മുടെ ഷെയ്ഡിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ ഒരു അറ്റത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ. നമ്മൾ ഷെയ്ഡ് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ആ ഹോള് താന്ന് വരണോടോ. ഓക്കെ, ഞാൻ ഇത് ഓക്കെ ഫോൺ വെച്ചിട്ട് വരാം. ഓക്കെ, അടപ്പ് കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, ട്രിക്കേ. അപ്പം നമ്മുടെ ഷെയ്ഡ് ഫിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓസ് അതിലേ പോയത് കണ്ടില്ലേ. നമ്മുടെ വാട്ടർ ചാനൽ വഴി നമ്മളിതേ കണ്ടോ, ഇവിടുന്ന് കണക്ഷൻ എടുത്ത ഓസ് നമ്മുടെ വാട്ടർ ചാനൽ വഴിയാണ് നമ്മൾ ഓടിച്ചേക്കുന്നത്. ഇതേ അങ്ങനെ നമുക്ക് ഇവിടെ വരെ ഓസ് കാണാത്ത രീതിക്ക് വാട്ടർ ചാനൽ വഴി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ. അയ്യോ, സൂപ്പർ ഗ്ലൂ പോയാൽ തീർന്ന്. ഇതെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഫ്ലെക്സ് കിക്ക് അല്ലേ, നമ്മുടെ കയ്യിലൊട്ടി ഇതെല്ലാം ഫ്ലെക്സ് കിക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. ഇലെടുത്തടാ, ഇലെടുത്തുന്ന ഇതിൽ ഹോളുണ്ടായിരുന്നോ? പെർഫെക്റ്റ്. മെന പിടിച്ചവന്മാരും എല്ലാം കയറി കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ ബ്ലേഡ് ഇട്ട് ഇങ്ങനെ അറുത്തറുത്ത് ഒരു കാര്യം ചെയ്യാം. എന്നാ ഇതിലേക്ക് വന്നോ? ആ, ഇവിടെ ഹോളുണ്ടല്ലേ. ഓക്കെ, അടപ്പ് ഞാൻ തപ്പി പക്ഷെ കാണുന്നില്ല. നിങ്ങൾ അപ്പുറത്ത് കൊണ്ടുവല്ലോ, കൊണ്ടുവച്ചോ? കിട്ടിയോ? നിങ്ങൾ ചെയ്ത സക്സസ് ആണെന്ന് എനിക്കറിയാം. എന്നാ നാണക്കേട്, ഞാൻ ലെഡിറ്റ് ചെയ്ത്. ആ കണ്ടോ, സക്സസ്സാ കണ്ടോ. അതാണ് കോൺഫിഡൻസ്. സവാള ഗിരി. അപ്പൊ അടുക്കളപ്പണിയൊക്കെ ചേട്ടനാണല്ലേ. അത് ചേട്ടനെ കിട്ടാത്തത് ബിസിയാന്നാ പറയുന്നത് കേട്ടാ. സവാള ഗിരി. ഇതെന്തിനാ ഇപ്പം അരിഞ്ഞെന്നറിയാം, കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ വാട്ടർ ചാനൽ വഴി നമ്മുടെ ഇതിങ്ങനെ ഓടിക്കുമ്പോഴത്തേന് ഈ മെറ്റീരിയലുമായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് അത് ഒട്ടുന്നില്ല. അപ്പം കറക്റ്റ് നമ്മൾ ആ റബ്ബറിൻ്റെ ആ പീസ് ഇതേ കണ്ടോ, റബ്ബറിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഓസിനകത്ത് ഇട്ടേക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഈ ഓസിനകത്ത് ഇട്ടിട്ട് അത് നമ്മൾ പശ വെച്ചിട്ട് ഇതുമായിട്ട് ഒട്ടിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പോകും. അല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചിലപ്പോൾ ലൂസായി പോകും, ആരെങ്കിലും വലിച്ചാലോ പിടിച്ചാലോ. ഇത് വേണമെങ്കിൽ കറക്റ്റ് നമ്മുടെ ആ കേബിള് പോകുന്ന പോലെ തന്നെ അതിനകത്ത് ഒട്ടി അവിടെ കിടന്നോളും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ അനൂപായി ഈ സാധനമൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. ഒട്ടിക്കുന്നു, കൊടുക്കുന്നു, ഒട്ടിക്കുന്നു. ഇതെല്ലാം കണ്ടുപഠിക്കാവൂ, ആരും ഇങ്ങോട്ട് വരരുത്. ഇത് കണ്ട് ഇവിടെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി എന്നെ ഓടിക്കും. ഞാൻ 1 മാസമായിട്ട് കരഞ്ഞ് കാല് പിടിച്ചാണ് ഗൈസ് ഇന്ന് ഒപ്പിച്ചേക്കുന്നത്. അങ്ങനെ ഗൈസ് കണ്ടോ, ഞങ്ങൾ ഇവിടെ ഒരു മാല കോർത്തിരിക്കുകയാണ്. ഞങ്ങൾ എന്നാ ചെയ്താലും അതിൻ്റെതായ നീറ്റ് സംഭവത്തിൽ ചെയ്തോളൂ. ആണോ? തല്ലിപ്പൊളി ചുമ്മാ സോറി
തല്ലിപ്പൊളി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നല്ല പക്ക നീറ്റായിരിക്കും സംഭവങ്ങളെല്ലാം. ഓക്കെ, ഒട്ടിക്ക് വലിഞ്ഞിക്കട്ടെ മേലോട്ട്. ഓസ് അകത്തോടെ വലിയാലോ അല്ലേ, വലിയോ? അപ്പം ഗൈസ്, അപ്പം നമ്മുടെ ലൈനെല്ലാം ഞങ്ങൾ വലിച്ചു കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ മോട്ടർ. വാട്ട് മോട്ടർ? ചേട്ടാ മോട്ടർ കാണിച്ചു. മോട്ടർ ഇതെന്നാ സാധനം ചേട്ടാ? കാറിൻ്റെ സ്ക്രീൻ വാഷ് മോട്ടർ. എന്നാ? കാറിൻ്റെ സ്ക്രീൻ വാഷ് മോട്ടർ. കാറിൻ്റെ കണ്ടോ, സ്ക്രീൻ വാഷ് മോട്ടർ. അതാണ് ഈ സാധനം കേട്ടോ. ഓക്കെ, അപ്പോൾ മോട്ടർ സെറ്റ് ചെയ്യുന്നതാണ് ഇനി നമ്മുടെ ഈ ഒരു വർക്കിൽ ഏറ്റവും ടാസ്ക്. അപ്പം ഇപ്പോൾ ഇൻട്രൽ ആയിട്ടേ ഉള്ളൂ. അയ്യോ, എൻ്റെ വണ്ടിയുടെ മോട്ടർ അടിച്ചു പോയേ. ഇത് നിർത്താനുള്ള സ്വിച്ച് ഇല്ലേ? ഏസാണ്ട് നമ്മുടെ മോട്ടറിന് വന്നിരിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതെന്ത് ചെയ്യും, നിൽക്കാൻ പറ്റുന്നില്ല. ഏസ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അടിച്ചു പോയി. അതുകൊണ്ട് വണ്ടിയുടെ മോട്ടറിൻ്റെ അവിടുന്ന് വെള്ളം വരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തോ പൈപ്പാണ് ലീക്കാണെന്നാ തോന്നുന്നു കേട്ടോ. എൻ്റെ 2.5 ലിറ്റർ മിനറൽ വാട്ടറിൻ്റെ വെള്ളം പാടും 60 രൂപ. ഡ്രിങ്കിങ് വാട്ടർ എന്നല്ലേ എഴുതിയിട്ട്, അതൊക്കെ ഊരിയില്ല. വലിയ കര പിടിക്കും, കയ്യിൽ നിന്ന് കഴിയേക്കാം. പിന്നെ മിനറൽ വാട്ടർ ഒഴിക്കണ്ടോ? ഗൈസ് ഇത് പൊല്യൂഷൻ്റെ സംഭവമാണ് ഗൈസ്. ആഡ് ബ്ലൂ ഇതേ ഒഴിക്കണ്ട. പിന്നെ ഇതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉള്ള സാധനം ആഡ് ബ്ലൂ വേണ്ട സാധനം. അല്ല ഉടായിപ്പാണ്. ആണ് പുതിയ വണ്ടിക്ക് വരുന്ന സൈലൻസറിന് അങ്ങോട്ട് 2 ട്യൂബ് ഉണ്ട് എക്സ്ട്രാ. 2 എണ്ണം. എന്നിട്ട് ഇവന്മാര് പറഞ്ഞറിയാം, വെള്ളം ഒഴിച്ചിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി സ്പ്രേ ചെയ്യുന്നത് സൈലൻസറിന് അങ്ങോട്ട് എന്തോ ഭാഗത്തിനകത്തോട്ട്. മോട്ടർ എന്നാ സെട്ടാ ഇതുണ്ടോ? വേണം നമുക്കിങ്ങനെ മുഖം കഴുകാം. പ്ലാസ്റ്റിക്കിൻ്റെ പുതിയ പ്ലാസ്റ്റിക്കിനകത്തോട്ട് ടാങ്കിനകത്ത് വെള്ളം വീണ സ്മെല്ലുണ്ട്. ഇത് മാത്രം വെള്ളം ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനകത്തോട്ട് മോട്ടറുണ്ട്, പക്ഷെ അത് വേറെ സൈസ് മോട്ടറാണെന്ന് തോന്നുന്നു അല്ലേടോ? അവസാനമില്ലേ ഗൈസ്, ഡീസൽ ടാങ്കിൻ്റെ പൈപ്പാന്ന് തോന്നി പുള്ളി തുറന്നു വിട്ടത്. ചെറുതായിട്ടൊരു ഡീസലിൻ്റെ പടം ഇല്ല കേട്ടോ, വെള്ളമാണ് കേട്ടോ. ഇത് നമ്മുടെ മോട്ടറിൽ തന്നെ വന്ന പൈപ്പല്ലേ, അതിൻ്റെ ഫിൽറ്ററായിട്ട് വന്ന സാധനം അല്ലേ? ഇട്ടാൽ മതി, അത് ഇട്ടാൽ നിൽക്കുമോ? കാറ്റുണ്ടോ ചേട്ടാ? കാറ്റ് വരുന്നുണ്ട് ചേട്ടാ, ബാക്കി വല്ലതും വരുമോന്നുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ. അപ്പം നമ്മൾ മോട്ടർ ഒക്കെ ഫിറ്റ് ചെയ്ത് കേട്ടോ. അതായത് ഈ വണ്ടിയുടെ തന്നെ നോർമൽ വന്നേക്കുന്ന ആ ഒരു ഫിൽറ്ററിലോട്ട് വന്നേക്കുന്ന പൈപ്പിൽ തന്നെയാണ് നമ്മൾ ഈ സാധനം കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അനുഭായി എങ്ങനെ സെറ്റല്ലേ? പവർ ആയിരിക്കുമോ? സെറ്റാണോ അവിടെ? നമ്മളിവിടെ ടാഗ് ചെയ്ത് വെക്കും. അങ്ങനെ ചുമ്മാ വെച്ചാൽ മതി അല്ലേ? ടാഗ് ചെയ്ത് വെക്കും. ടാഗ് ചെയ്ത് വെക്കും. ഓക്കെ, കണ്ടോ ഗൈസ്, കണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മോട്ടോർ ഫിറ്റിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ. നമ്മുടെ അവിടുന്ന് വലിച്ചേക്കുന്ന ആ ഓസ് ഇനി നേരെ കൊണ്ടുപോയി മോട്ടർ കണക്ട് ചെയ്യണം അല്ലേടോ? അതുകൊണ്ട് ആ കാണുന്ന ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഓസും നമ്മൾ മോട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ അത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി അല്ലേ? ടാഗ് ചെയ്ത് വെക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പരിപാടി, ഒട്ടുമിക്ക പരിപാടിയും ഒരു 95% കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ ഗ്ലാസ് വാഷറിൻ്റെ സംഭവം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തു.
എന്നാ സംഭവം എന്ന് വെച്ചാൽ സ്ഥലം കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനൂപായി ഒരു രക്ഷയില്ല. രക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്യുന്നതല്ല, ചെയ്യുന്നതിനകത്ത് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഗൈസ്, അതും ഒരു രക്ഷയില്ല. ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് പൈപ്പും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്ത് വന്നേക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് നിങ്ങളെ കറക്റ്റ് ഒന്നേന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ പൈപ്പ് നേരെ എന്നെ വലിച്ച് ഈ സൈഡിൽ കൂടെ നമ്മുടെ ഷെയ്ഡിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് നമ്മുടെ ഇത് കണ്ടോ വാട്ടർ ചാനലിൽ കൂടെ പോയേക്കുക. വാട്ടർ ചാനലിൻ്റെ കൂടെ വന്ന് ഈ സാധനം നേരെ കറക്റ്റ് ഇത് കണ്ടോ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെ വയറ് നേരെ കൊണ്ടുവന്നതേ ഇവിടെ വന്നതേ. നിങ്ങൾ ലോങ്ങിൽ നിന്ന് നോക്കിയേ, ഇതിൽ വയറ് വലിച്ചേക്കുന്നതെല്ലാം കാണാം ഇല്ല. ഇതിവിടെ കൊണ്ടുവന്നു. ഇവിടെയും ബ്ലാക്ക് ഒരു സ്ലീവ് പോലെ കണ്ടോ ഇവിടെ ഇട്ടിട്ട് നേരെ നമ്മുടെ ഇതിൻ്റെ ഡോറിൻ്റെ അടിയിൽ കൂടെ കൊടുത്തു. കണ്ടോ അടിയിൽ കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ബാക്കി താഴോട്ട് നമ്മുടെ ഓസ് പോയേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ എന്ന് പറയുമ്പോഴത്തേനതേ നിങ്ങൾക്ക് കറക്റ്റ് അറിയുമെന്ന് അറിയത്തില്ല. ഇത് കണ്ട ഇവിടെ ഇതിലെ അകത്ത് ഓൾറെഡി കമ്പനി വരുന്ന ഇതിനകത്ത് തന്നെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ നേരെ നമ്മുടെ ബോഡിയുടെ അടിയിൽ വന്ന സാധനം കണ്ടോ. ഇത് കണ്ടതേ കേസ് നോക്കി കണ്ടോ. ഇതിലെ വന്ന് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് സ്ലീവ് അറിയാതിരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് നേരെ ഇതിലെ താഴെ കൂടെ വന്നിട്ടാണ് നേരിട്ടതേ നമ്മുടെ മോട്ടറിലോട്ട് സാധനം കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് അത്ര ഡീറ്റെയിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എങ്ങനെ ഇതിനകത്ത് വന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ കൈകൊണ്ട് കാണിച്ച് കൊടുത്തെങ്കിൽ പോലും മാത്രമേ ഈ സാധനം കാണാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ഓരോ പരിപാടിയും അനൂപായി ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇത് ഓണാക്കി നമ്മൾ നോക്കിയില്ല, വർക്കിംഗ് ചെയ്ത് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷേ മനസ്സിലൊരു വിശ്വാസമുണ്ട് സംഭവം സക്സസ് ആയിരിക്കും. ആ കഥ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊടുക്കണമെന്ന് മാത്രം മനസ്സാഗ്രഹമുള്ളായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു ടാങ്കിൽ നിന്ന് തന്നെ കൊടുക്കണമെന്നുള്ളത് പെട്ടെന്ന് ഞാനിങ്ങനെ ഇത് ആലോചിച്ചപ്പോഴത്തേനും എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഒരു വാട്ടർ ബോട്ടിൽ പോലത്തെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ഒരു ബോട്ടിൽ വല്ലതും വാങ്ങിച്ച് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊടുക്കാന്നുള്ള കണക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ പിന്നെ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയും നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ സെറ്റപ്പ് നമ്മൾ കണ്ടത്. അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ് അളിയൻ പറഞ്ഞാൽ എന്നെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ഒന്ന് പ്രവർത്തനം ഒന്ന് സജ്ജമാക്കി സെറ്റാക്കി കാണിക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു കേട്ടോ. നിങ്ങളറിയണം ഇന്നത്തെ ദിവസം സ്റ്റാൻഡിൽ പോയി നമ്മൾ ഓടിയിട്ടേ ഇല്ല. രാവിലെ പോയാൽ നമ്മൾ 2-3 ഓട്ടം ചെറിയ ഓട്ടം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത് പിടി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം പിന്നെയും മെനക്കാണ്ട് വരും. അപ്പോൾ ഇന്നലെ തന്നെ അനൂപായി രാവിലെ വിളിച്ച് ഞാൻ പറഞ്ഞോടോ ഇന്ന് നമ്മുടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇവർ തുടങ്ങിയ സമയത്ത് തന്നെ വണ്ടി കൊണ്ട് ഞാൻ അകത്ത് കൊണ്ട് കയറ്റി ഇട്ടിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇന്ന് ഈ പരിപാടി നടത്തിയത്. അപ്പോൾ കൈസപ്പയിലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫൈനൽ സ്റ്റേജ് അല്ലേ അനൂപായി? ഇപ്പം എന്നാ വയറിംഗ് ആണോ? മോട്ടറിൻ്റെ കണക്ഷൻ വയറിങ് പരിപാടികളാണ് കേസപ്പം നടക്കുന്നത്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കളഞ്ഞ വെള്ളം അതിനകത്ത് ഫില്ല് ചെയ്യുക. നമുക്ക് സംഭവം സെറ്റാക്കി നോക്കുക. ഓക്കെ, അപ്പം കേസപ്പം ഇതിനകത്ത് വെള്ളം മൊത്തം നമ്മൾ ഊറ്റി കളഞ്ഞായിരുന്നു. നമുക്ക് അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിൽറ്ററൊക്കെ ഉണ്ട്. ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ലിറ്ററിൻ്റെ വെള്ളമാണ് ഗൈസ്. അമ്മച്ചിയേ കിട്ടും. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ശരിക്കും ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു? 2 ലിറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ടാങ്ക് അല്ലേ? 5 ലിറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ലീക്കും കാര്യങ്ങളും ഒന്നും വരത്തില്ല. അതാണ് എൻ്റെ സെറ്റപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വേണ്ട നമ്മുടെ വയറിൻ്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം അടിയിൽ കൂടെ എല്ലാം ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോട്ടറിൻ്റെ കണക്ഷൻ ലാസ്റ്റ് സ്റ്റേജ്. എവിടെ സെറ്റാണ് കൊടുക്കുന്നത്? ഇവിടെ അത് മൊബൈൽ ഹോൾഡറിൻ്റെ ചാർജർ തന്നെയാണോ? കുഴപ്പമില്ല, വിഷയമില്ല. കണക്ഷൻ കൊടുത്തോ? എല്ലാം കഴിഞ്ഞു. ഏയ് ഗൈസ്, അങ്ങനെ എന്താ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറ തുടങ്ങട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞു. വയറിങ് പരിപാടി കഴിഞ്ഞു. സ്വിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതല്ലേ ഇപ്പോൾ ഓണാക്കി വരുമോ?
ഈ വണ്ടി അപ്പോൾ ഗൈസ് മേളിലോട്ട് ഞാൻ കാണിക്കാവേ. ഓണാക്കി അടിക്കട്ടെ. വൈപ്പർ വേണേ, നിങ്ങൾ അടിച്ചേ. അത് സെറ്റ് ചെയ്യാനുണ്ട്. ഏത് സെറ്റ് ചെയ്യാനുണ്ടോ? മോനെ വിഷയം കേട്ടാ, സാധനം വന്ന കേട്ടോ. ഓ പൊളിച്ച് പോരെ, പൊളിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ? എനിക്ക് ഇവിടെ നോക്കിയാൽ കാണത്തില്ല. അതാ മോനെ സംഭവം സെറ്റ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആ നോബിൻ്റെ ആ വരുന്ന സ്പ്രേയർ ഞങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എനിക്കിവിടെ കാണത്തില്ല. അടിക്കണോ? അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോറി. അടിക്കട്ടെ. അടിച്ചേ. ഇത് ഇച്ചിരി കൂടെ ഇങ്ങോട്ട്. അപ്പം അതിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആയിക്കട്ടെ. പൊളി. ഇപ്പോഴാണ് നമ്മൾ സ്വിച്ച് കൊടുത്തത് കേട്ടോ. അടിക്കട്ടെ. ഒരു വൈപ്പർ ഇടുന്നു, വെള്ളമടിക്കുന്നു. എന്തോ ഒരു ഇതുണ്ടല്ലോ മോനെ. അയ്യോ അത് കേട് സാധനം. അത് നല്ല കേട്ടോ, നല്ല ഫോഴ്സാണ് തോന്നിക്കുക. അടിപൊളിയായിട്ടത്. അപ്പോൾ കഴിച്ചപ്പോൾ അങ്ങനെ കണ്ടോ അവസാനം നമ്മൾ അത് സെറ്റ് ആക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു സംഭവം എന്നാന്ന് വെച്ചാലേ, നമ്മുടെ ഈ സ്പ്രെയർ വരുന്നേ പക്ക നല്ല ഫോഴ്സ് എന്ന് വെച്ചാൽ നല്ല ഫോഴ്സിലാണ് സാധനം വരുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാങ്കിനകത്ത് എന്തോ വേറൊരു ലിക്വിഡ് പോലെ എന്തോ സാധനം ഉണ്ട്. പക്ഷേ നമ്മൾ അടിക്കുമ്പോഴത്തേന് വൈപ്പ് അടിക്കുമ്പോഴത്തേന് ഒരു പശ പോലെ ആ വെള്ളത്തിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം കൈസ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ഷാമ്പു നമ്മൾ മിക്സ് ചെയ്ത് ആ ടാങ്കിൽ ഷാമ്പും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേന് പിന്നെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളും കൂടെ മാറും കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പെരുന്തച്ചൻ അനൂപായുമായിട്ട്, അതായത് ഇലക്ട്രിക്കൽ വർക്കിന്റെ പെരുന്തച്ചൻ നമ്മുടെ അനൂപായി നമ്മളെ കൂടി ചെയ്ത നമ്മുടെ പരിപാടി അങ്ങനെ 100% സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, വെറൈറ്റി സാധനമായിട്ട് വരാം. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക കേട്ടോ.